കർണാടകയിൽ ജാതി സെൻസസ് വീണ്ടും നടത്തും. ജാതി സെൻസസ് കണക്കുകൾ നിലനിൽക്കുന്നതാണോ എന്നതിൽ പരിശോധന നടത്താനാണ് കണക്കെടുപ്പ്. ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. നിലവിൽ 10 വർഷം പഴക്കമുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി സെൻസസ് റിപ്പോർട്ട് കർണാടക തയ്യാറാക്കിയിരിക്കുന്നത്. കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അങ്ങനെ രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ വലിയ പ്രസക്തി ഉള്ള ഒരു നടപടിയിലേക്ക് വീണ്ടും പോവുകയാണ്. എന്താണ് ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടലാണോ സർക്കാരിനെ ഇങ്ങനെ ഒരു പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ജാതി സെൻസസിനെ ചൊല്ലി കോൺഗ്രസിനകത്ത് തന്നെ വലിയ ഭിന്നത നടക്കുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ 2015 നടത്തിയ ജാതി സെൻസസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് പുറത്തു വന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാന ജനസംഖ്യയുടെ 65% ആളുകളും OBC വിഭാഗത്തിൽ നിന്നാണ്. ദളിത് വിഭാഗങ്ങൾ കൂടി SC വിഭാഗങ്ങൾ കൂടി ചേരുമ്പോൾ ഇത് 94% വരും. ഈ കണക്കുകൾ പ്രബല വിഭാഗങ്ങളായ ലിംഗായത്തിനെയും ബൊക്കലികയും ഒട്ടും അവർക്ക് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീന ശക്തിയൊക്കെ കുറയും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ രണ്ട് സമുദായാംഗങ്ങൾ DK ശിവകുമാർ ബൊക്കലിക സമുദായത്തിൽ നിന്നാണ് DK ശിവകുമാറിനെയും അതുപോലെ തന്നെ ലിംഗായത്ത് മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് അവർ അത്തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയത് കോൺഗ്രസിനുള്ളിൽ. ഇതിനെ തുടർന്നാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടതും വീണ്ടും ജാതി സെൻസസ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. അതായത് 2015 ആ കണക്കുകൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ നടപടികളിലേക്ക് വീണ്ടും പോകും. തെലങ്കാനയും സമാന രീതിയിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയിരുന്നു. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണ് ജാതി സെൻസസ് നടത്തണം എന്നുള്ളത്. ഏതായാലും ഇന്ന് സിദ്ധരാമയ്യയും DK ശിവകുമാറും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരും ജാതി സെൻസസ് നടപ്പിലാക്കും, രാജ്യവ്യാപകമായി നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. വിവരങ്ങൾ നൽകിയത്.